എനിക്ക് ഇയാളെ 100% സംശയം. ഇത് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി നമ്മളെ മുറിയങ്കണ്ണിയിലെ ആൾക്കാർ സംഘടിച്ചിട്ടാണ്. ഓക്കെ, പാണ്ടിക്കാട് കുഞ്ഞനെതിരെ പരാതിയുമായിട്ട് നാട്ടുകാർ രംഗത്ത്. അതുകൂടാതെ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നട്ടപ്പാതിരക്ക് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്യുന്നത് വരെ എനിക്ക് വലിയ സംശയമൊന്നും ഈ പാണ്ടിക്കാട് കുഞ്ഞൻ പറഞ്ഞ കാര്യത്തിൽ ചില കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ വന്ന എക്സ്പ്ലനേഷൻ പോലും വെളുപ്പിച്ച് വെളുത്തുള്ളിയാക്കാൻ നോക്കിയിട്ട് അവസാനം കെട്ട വെളുത്തുള്ളിയാണല്ലോ മോനെ തോടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത്. അല്ല, 1.5 പണിയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും മുടിനാരിഴ പരിശോധിക്കുക തന്നെ വേണം, കീറി വെട്ടി മുറിച്ചിട്ട് എന്നിട്ട് പോയാൽ മതി ഇനി, അല്ലെ? നോക്കാം. അതായത് അൻവർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ നറുക്കെടുപ്പിന്റെ ആശാനായിട്ടുള്ള നാസർ ഖാന്റെ മോൻ. ഈ നാസർ ഖാന്റെ മോൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ കുറച്ചൊന്നല്ല, 1.5 പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാ. നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യമായിട്ട് അൻവർ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പരസ്യം കാണുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഡൗട്ട്, അല്ലേ? നമുക്കല്ല, മൂപ്പര് വിളിപ്പിക്കാൻ വന്നതാ. കേൾക്കാം. അത്യാവശ്യം ബിജു KL ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ, ഒരു പാട്ടുകാരി കുട്ടിന്റെ ചാനലിന്റെ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ കുഞ്ഞാൻഖാന്റെ കണ്ടു, അതുകൂടാണ്ട് വേറെ 2-3 യൂട്യൂബേഴ്സിന്റെ കണ്ടു. ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത്, ഫസ്റ്റ് 4 ടിക്കറ്റ് എൻ്റെ പ്രവേഴ്സ് ചെയ്യാൻ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ 4 ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത്, അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്താണ് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത്. ഈ 4 കൂപ്പൺ ജനുവരിയിലാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ താഴേക്ക് ഇവർ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. നിങ്ങളത് നോട്ട് ചെയ്യണം. ആദ്യമായിട്ട് ആള് ഈ ഒരു പരസ്യം കാണുന്നത് KL ബിജോ ബ്രോന്റെ പരസ്യം കണ്ടിട്ടും പിന്നെ കുറെ ആളുകളെ പരസ്യം കണ്ടിട്ടാണ് അത്ര ഇത് കാണുന്നത്. അതായത് ജനുവരി മാസത്തിലാണ് ആളിത് കാണുന്നത്. അങ്ങനെ 4 ടിക്കറ്റ് എടുത്തു. 4 ടിക്കറ്റ് എടുത്തത് ജനുവരി 29-ാം തീയതിയാണ്. ഒരിക്കലും ഈ ഒരു ഡേറ്റ് മറക്കരുത്. ജനുവരി 29-ാം തീയതിയാണ് ആള് 4 ടിക്കറ്റ് എടുക്കുന്നത്. KL ബിജോന്റെ പരസ്യം കാണുന്നത് വരെ ഇതിനെ കുറിച്ച് ഒന്നും തേങ്ങാക്കുല അറിയണ്ടായിരുന്നില്ല കേട്ടോ. നോട്ട് ദി പോയിന്റ്. ഇവര് അതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട്. അങ്ങനെ വീക്ഷിച്ച് വരുന്ന സമയത്താണ് അവസാനമായിട്ട് കുഞ്ഞാൻക ഒരു വീഡിയോ ഇട്ടത്. ഞാൻ കണ്ടത് ഒന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല, ടോക്കണുകൾ കാര്യങ്ങൾ മാക്സിമം പോയിട്ടില്ല. ചില്ലറ ടോക്കണുകളെ പോയിട്ടുള്ളൂ. 1 മാസം മുമ്പിട്ട വീഡിയോ, 1 മാസം 1.5 മാസം ആയിട്ടുണ്ടാവും തോന്നുന്നില്ലേ? ആ സമയത്ത് ഇട്ട വീഡിയോ ആണ് ആ വീഡിയോ. അത് കണ്ടിട്ടാണ് ഞാൻ എന്താക്കിയത്. പിന്നെ ഞാൻ എന്റെ നാട്ടിലെ ഫ്രണ്ട്സിനോട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ കാട്ടി കൊടുക്കണം. കാരണം നമ്മൾ തൊള്ളോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ടിക്കറ്റ് എടുത്തത് അതേപോലെ ഇനി അതല്ല, ടിക്കറ്റ് എടുത്തത് ജനുവരി 29-ാം തീയതി. ജനുവരി 29-ാം തീയതി ടിക്കറ്റ് എടുക്കുന്നതോട് കൂടിയിട്ട് ആൾക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് എൻട്രി കിട്ടും. അങ്ങനെയാണ് കണക്ക്. അതായത് പുറത്തുനിന്ന് ആർക്കും ആ ഗ്രൂപ്പിലേക്ക് കയറാൻ കഴിയില്ല. അഡ്മിൻ ആണെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ആള് ടിക്കറ്റ് എടുക്കുന്നില്ലല്ലോ, ആള് ഇതിങ്ങനെ കച്ചവടത്തിന്റെ പരിപാടിയായിട്ട് പോകല്ലേ. അപ്പൊ 29-ാം തീയതി ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ വിശ്വസിച്ചു, നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. തുടർന്ന് ആള് പറയുന്ന വിശദീകരണം കൂടി നിങ്ങളൊന്ന് കേൾക്കണേ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടിക്കറ്റ് എടുക്കാത്ത ഒരാൾക്ക് ആ ഗ്രൂപ്പിൽ കയറാൻ കഴിയില്ല. അൻവർ സ്വന്തം ഉപ്പാനെ കാണുന്നത് 24 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒക്കെ മറക്കാതെ കേൾക്കണേ. ഞാനിവിടെ ചെതലയം ഗ്രാമത്തിലുള്ള ആ 2 ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ കാണുന്നത്. ഇത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ്. ഈ വീഡിയോസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. അതിൻ്റെ കൂടെ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട്. ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കണ് കാര്യങ്ങൾ. ഇതിപ്പോൾ KL ബിജു ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. KL ബിജു ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ. ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത്. ഗ്രൂപ്പിന്റെ പേരൊന്ന് ചെതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ്, എന്റെ നാട്ടിലെ. ഈ ഗ്രൂപ്പില് ഇതാണ്ടോ മീഡിയ, ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ആ ചാനലിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കണ്ടോ ഏറ്റവും താഴെ കാണുന്ന 2 വീഡിയോസ് കണ്ടോ? ഈ 2 വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോസ് ആണ്. ഇത് രണ്ടും. ഇതൊരു പെൺകുട്ടീന്റെ വീഡിയോ ആണ്, അറിയോ? ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ്. ഇതാ KL ബിജു ചെയ്ത. അതിന്റെ താഴെ കമന്റ് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജനുവരി 21-ാം തീയതിയാണ് KL ബിജോന്റെ വീഡിയോ സ്വന്തം നാട്ടിലെ ഗ്രൂപ്പിലിടുന്നത്. ആദ്യമായിട്ട് KL ബിജോന്റെ വീഡിയോ കണ്ടു എന്ന് ജനുവരി 21-ാം തീയതി. അപ്പൊ തന്നെ സ്വന്തം നാട്ടിലെ ഗ്രൂപ്പിലേക്ക് അത് ഇടുന്ന സമയത്ത് തന്നെ പറയുന്ന കാര്യം എന്താ അറിയോ? ടിക്കറ്റ് ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യൂ. ജനുവരി 21-ാം തീയതി നിങ്ങൾ വീഡിയോ കണ്ട് ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്ന് ടിക്കറ്റ് വന്നു? എങ്ങനെ വന്നു? അതായത് നിങ്ങൾ ഉപ്പായുമായി ഒരു ബന്ധവുമില്ല, പക്ഷെ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയോ എത്തിയിട്ടുണ്ട്. പടച്ച റബ്ബ് കൊണ്ടുവന്നതാവും. എന്തായാലും ആവട്ടെ. നിങ്ങൾ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടാവുമല്ലോ. ആ ഡേറ്റ് ജനുവരി 21 10:29 PM, രാത്രി 10:29 ആള് അത് സ്വന്തം നാട്ടിലെ ഗ്രൂപ്പുകളിൽ ഇടുന്നത്. ഓക്കെ,
ഇനി ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കേട്ടോക്കുക. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ എന്റെ കയ്യിൽ ഈ നാട്ടില് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നാട്ടിലും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ജനുവരി 21 ആള് ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, എന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് ഇതുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? 29 4 ടിക്കറ്റ് പ്രവാസികൾക്ക് വേണ്ടി താൻ വാങ്ങിക്കൊടുക്കുന്നത് പറയുന്നു. ഒരു ഗ്രൂപ്പിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ആദ്യം അതിൽ നിന്ന് വാങ്ങണം. അത് വാങ്ങിയത് 29 പക്ഷെ 21 ആളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. അതായത് താങ്കളുമായിട്ട് ഒരു ബന്ധവും ഈ ടിക്കറ്റിന്റെ കള്ളപ്പരിപാടിയിൽ ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. പടച്ചറബെല്ലാം കാണുന്നുണ്ട് മോനെ. നിങ്ങൾ തെളിവിടുമ്പോ ആ തെളിവുകൾ കൂടി വെള്ളത്തിലിട്ട വളി പോലെ, വെള്ളത്തിലിട്ട വളിക്ക് കുമിളയെങ്കിലും കാണും. ഇത് വെളുപ്പിക്കാൻ നോക്കി അവസാനം കറുത്തുള്ളി കിട്ടിയതുപോലെ. കൊള്ളാം. ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളായി ഞാൻ ടിക്കറ്റ് എടുത്ത പിന്നെ നിങ്ങള് ഓൺലൈൻ വഴി എടുത്തിക്കണെന്ന് പറഞ്ഞല്ലോ, 4 ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റും പാടെ ഒന്ന് കാട്ടിക്കൊടുക്കി. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണിക്കണ്ട. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. 29 ജനുവരി ടിക്കറ്റ് ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ വഴി, അതിന് എഡിറ്റഡ് ആണോ എന്നറിയില്ല, അങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ട് 4000 റുപ്യ. ഓക്കെ, ഈ 29 മുന്നേ തന്നെ ആളുടെ കയ്യിൽ ടിക്കറ്റും ഉണ്ട്. ഇനി അതിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള എവിഡൻസും വെക്കേണ്ട പൊന്നു മോനെ, അത് കൃത്യമായിട്ട് കത്തിയിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ നോക്കി. ഇത് ഞാനൊരു 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇതിൽ കാണുന്നത് നാസർ മക്കി, നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഇതാ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 29 ജനുവരി 7:30 PM ഞാൻ എടുത്ത ടിക്കറ്റാണിത്. ടിക്കറ്റ് ഷെയർ മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് അയച്ചത് എൻ്റെ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ട സൈഡിൽ കിടക്കുന്നുണ്ട്. നമ്മളൊരു വാട്സപ്പ് മെസ്സേജ് അങ്ങോട്ട് അയക്കുമ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ വലത് ഭാഗത്തും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇടത് ഭാഗത്തുമാണ് വരിക. തീർച്ചയായിട്ടും അങ്ങനെയാവും. ഇപ്പോൾ ഡൗട്ട് തോന്നുന്ന ആളുകൾ തുറന്ന് പരിശോധിച്ചോളൂ. അങ്ങനെയാണ് വരിക. ഇതിൽ കൃത്യമായിട്ട് ടിക്കറ്റ് ഇങ്ങോട്ട് അയക്കൂ എന്നുള്ളെങ്കിൽ അതിന് ഫോട്ടോ അയക്കൂ എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾ കണ്ടില്ലേ? അത് ആരാണ് അയച്ചിട്ടുള്ളത്? ഇത് ഇവിടുന്ന് അങ്ങോട്ടാ. ഇത് ആരുടെ മൊബൈൽ ഫോണാ? ഇത് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ. അൻവറിന്റെ മൊബൈൽ ഫോണിൽ നിന്നും അവിടേക്ക് അങ്ങോട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നത്. ഇനിയിപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് അയച്ചതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ പോലും അതിൽ പോലും നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത 4 ടിക്കറ്റ് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം. ഫസ്റ്റ് ഞാൻ എടുത്ത 4 ടിക്കറ്റാണ് ഈ ടിക്കറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1.5-2-3 മാസത്തോളായിട്ടുണ്ട് അല്ലെ? ഏകദേശം 3 മാസത്തോളായിട്ടുണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് കാണുന്നത്. അത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഗ്രൂപ്പ് എന്നാണ് ഞാൻ കാണുന്നത്. ഇതിൽ മൂപ്പര് സംസാരിക്കുന്നത്, മൂപ്പര നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നത്, അതിലുള്ള രൂപകരമായിട്ടുള്ള ആളുകൾ അല്ലെ, കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകൾ സംസാരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എന്താക്കുന്നത്, വീണ്ടും ഇതൊരു ടിക്കറ്റും കൂടി എടുത്ത് സഹായിക്കാന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ ഒരു വഴി പറയാം. അതിന് മുന്നേ ഒരു ടിക്കറ്റ് എടുക്കാത്ത ഒരാൾക്ക് ഒരു ഗ്രൂപ്പിൽ കയറാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. ഈ ടിക്കറ്റ് നിങ്ങൾ പരസ്യം കണ്ടതിന് ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് എന്ന് നിങ്ങൾ പറയും. ഈ ടിക്കറ്റ് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തതാണെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ തെളിവ് വെക്കേണ്ടി വരും. കാരണം നിങ്ങൾ ജനുവരി 21 തന്നെ ഗ്രൂപ്പുകളിൽ ഇന്ന സാധനം ഷെയർ ചെയ്യുകയും, വെറും ഷെയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, ഷെയറിന്റെ കൂടെ എന്നെ കോൺടാക്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയ ഒരു ചതിയുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെ ടിക്കറ്റ് വന്നപ്പോൾ ഇതൊക്കെ അൻവറെ നിങ്ങൾ തെളിയിക്കേണ്ടി വരും. ഇനി ടിക്കറ്റ് വന്ന വഴി നോക്കാം നമുക്ക്. അതെങ്ങനെയാണ് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു. മാനന്തവാടി വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ മഹല്ല് കമ്മിറ്റികളായിട്ട് സംസാരിച്ച് ആ ഒരു ഇതിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നതാണ് എന്നോട് പറഞ്ഞത്. ബാവു ദീനിയായിട്ടുള്ള അല്ല അടിപൊളി മനുഷ്യന്മാര് കേട്ടോ. എന്റെ പൊന്നു നാസർക്ക് ഞങ്ങൾ തലയിൽ തൊപ്പിയും വെച്ചുകൊണ്ട് ഭയങ്കര മനുഷ്യനാണെന്ന രീതിയിൽ ദീനിയും പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാ. പള്ളി കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെ സഹായിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആ വിശ്വാസം ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നതിന് തുല്യമാണ്. ഒരിക്കലും ഒരു പള്ളി കമ്മിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊരു ഭാഗ്യപരീക്ഷണമാണ്. ഒരിക്കലും സമ്മതിക്കില്ല, ആരും ചെയ്യില്ല. പറയുമ്പോൾ അത് നുണയാണോ സത്യമാണോ എന്ന് പരിശോധിക്കണം കേട്ടോ. കാരണം ഇതൊരു സമുദായത്തെ പോലും കരിവാരി തേക്കുന്നതിന് തുല്യമായിട്ടുള്ള വാക്കാ പള്ളി കമ്മിറ്റി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, തുടർന്ന് കേൾക്കാം. വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ബത്തേരിയുണ്ട്, ഇന്നിപ്പോൾ വന്നിട്ടുള്ള ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ വന്ന് ലോഡ് ഇറക്കുകയാണ്, സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ വന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൂപ്പര് ബത്തേരിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഷുക്കൂറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷാഫി എൻ്റെ കൂടെ ഉണ്ട്. കൂടെ വെച്ചിട്ടുണ്ട്, അവർ സൈറ്റിലുണ്ട്, ഞാൻ വണ്ടിയിലുണ്ട്.
അപ്പം വന്ന് ഇറങ്ങി മൂപ്പര് വന്ന് വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ പോയിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് കുഞ്ഞാൻക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പോയിട്ടില്ല എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ഇനി അറിയുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ എനിക്കറിയുന്ന അങ്ങനത്തെ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പാണ്ടിക്കാട് കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ്. അതുപോലെ KL ബിജോ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ അറിയുന്ന ആളുകളാണ്. ഇതിനേക്കാളും വലിയൊരു യൂട്യൂബറെ നിനക്കറിയോ എന്ന് ചോദിക്കുന്നത് ഒരു സാധാരണക്കാരന്റെ അടുത്താണ്. അയാൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളൊക്കെ തന്നെ, പക്ഷെ അത്ര ഫെമിലിയർ ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് അത്ര ഉപ്പ വന്ന് ചോദിക്കുന്നത് ഇതൊന്നും കത്തുന്നില്ല പൊന്നു മോനെ, കത്തുന്നില്ല അൻവറെ, എന്തുവാടെ, എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഉപ്പ വരുന്നതിന് മുന്നേ തന്നെ ആളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും സംസാരിക്കുന്നത്. അതായത് ഷുക്കൂറിനോടും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാഫിനോടും ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഈ 13 കൂപ്പൺ ഞങ്ങൾ എടുക്കാന്നുള്ള രീതിയിൽ, അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ ലോഡിൽ നിന്ന് കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ, ആ പൈസ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ആർക്കെങ്കിലും സഹായിക്കാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം വന്നു കിട്ടുന്ന സമയത്ത്, ആ ഒരു അവസ്ഥ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് എൻ്റെ ഉപ്പയാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായി. ഓക്കെ, അങ്ങനെ ഉപ്പ വളരെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തന്റെ സുഹൃത്തുക്കളെ കൊണ്ട് അത് സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അൻവർ ഒരു ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. കൂട്ടുകാരന്മാർ എടുത്തിട്ടുണ്ട് ടിക്കറ്റ്, അൻവർ എടുത്തിട്ടില്ല. സ്വന്തം ഉപ്പാനെ ഒരു 4 ടിക്കറ്റ് വാങ്ങിയിട്ട് സഹകരിക്കണ്ടേ? സ്വന്തം ഉപ്പാന്റെ അടുത്ത് നിന്ന് കുടുംബക്കാർ 1 ലക്ഷം രൂപക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഉമ്മക്കൊക്കെ ചേർന്നിട്ട്. എന്നിട്ട് താങ്കളത് എടുത്തില്ല. സഹായിക്കുമ്പോ ഒരു സഹായെങ്കിലും ചെയ്യണ്ടോ? അങ്ങനെയാണ് ബത്തേരിന്നാണ് ഈ കൂപ്പൺ എടുക്കുന്നത്. ഈ കൂപ്പൺ എനിക്ക് തന്നത് 13 കൂപ്പൺ എനിക്ക് തന്നിട്ടുണ്ട്. 13,000 രൂപ ഹാൻഡ് ബൈ ക്യാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബത്തേരി ടൗണിൽ അതില് 13 ടിക്കറ്റും നിങ്ങളെ കയ്യിലുണ്ടോ? 13 ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടോ? 13 ടിക്കറ്റും നിങ്ങളെ കയ്യിലുണ്ട്. ഇതിലേത് അടിച്ച ഇതേതാണ്? ഈ ടിക്കറ്റിന്റെ പഴക്കം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണോ? അതെ, പഴക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണിച്ചു തരാം. 13 ടിക്കറ്റ്. ഓക്കെ, 13 ടിക്കറ്റ് ഉപ്പ കൊണ്ടുവന്ന് അൻവറിന് കൊടുത്തു. സുൽത്താൻ ബത്തേരിയില് ഉപ്പ നിൽക്കെ ഒപ്പമുള്ള ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഈ 13 ടിക്കറ്റ് എടുപ്പിച്ചത്. ഒരു ബുക്ക്ലെറ്റിനകത്ത് സീരിയൽ നമ്പർ കറക്റ്റ് ആയിരിക്കും. 13 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം അടിച്ച ടിക്കറ്റ്, ഇഫ് ഐ എം നോട്ട് റോങ്, 21414 ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ 13 അക്കം കൂട്ടിക്കോ. 21415, 21416, ഇങ്ങനെ ആയിരിക്കുമല്ലോ സീരിയൽ നമ്പർ പോയി പോവാ. ഓക്കെ, പക്ഷെ ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് വെക്കാം. ഇതിനകത്ത് ഇവര് ഈ ടിക്കറ്റ് കാണിച്ച സമയത്ത് കാണിച്ചത് 21088 ഒരു ടിക്കറ്റ് 22714 ഒരു ടിക്കറ്റ്. ഇനി അടുത്ത ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. അടുത്ത ടിക്കറ്റ് ഇതിൽ വെച്ചിട്ടുള്ളത് 21414, ആ ടിക്കറ്റാണ് അടിച്ചു എന്ന് പറയുന്ന ടിക്കറ്റ്. ഓക്കെ, അപ്പൊ സീരിയൽ നമ്പറിൽ അല്ല എന്ത് കിട്ടിയിട്ടുള്ളത്, ഈ പറഞ്ഞ ടിക്കറ്റ് പോലും ഒരു ഒറ്റ ബ്ലോക്കിൽ നിന്ന് സീരിയൽ നമ്പർ പോലും കറക്റ്റ് ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ടല്ല ഈ 13 ടിക്കറ്റ് ഉള്ളത്. 21414, 22714, 21088, 13 ടിക്കറ്റിനും ഈ പറഞ്ഞ 21ഉം 22ഉം വന്നിട്ടുണ്ട്. 21,414 അടിച്ച ടിക്കറ്റും ബാക്കി ടിക്കറ്റുകളുടെ നമ്പർ 22,714ഉം 21,088. അതിങ്ങനെയാണ് ഒരു രീതി. അപ്പൊ എത്ര ബുക്കിൽ നിന്നാണ് ഇത് പറിച്ചു തന്നത്? കേട്ടില്ലേ, എത്ര ബുക്കിൽ നിന്നാണ് അത് പറിച്ചു തന്നത്? നല്ല ചോദ്യമാണത്. എനിക്ക് അതന്നെ ചോദിക്കാനുള്ളത്. അദ്ദേഹം അങ്ങോട്ട് വരുമ്പോൾ ഒരു 10-250 കെട്ട് ബുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് മക്കൾക്ക് അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പലതിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നുള്ള സാധനമാണ്. എന്തും ആവട്ടെ, അതൊന്നും നമ്മളെ വിഷയമല്ല. വിഷയം ഇതാണ്, ഇവർ പറയുന്ന നുണകളാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത്. അൻവർ തന്നെയാണ് ഈ കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. കുഞ്ഞാൻ അവിടെ നിൽക്കട്ടെ, കുഞ്ഞാൻ ഓടി നടന്ന് വെളുപ്പിക്കാൻ നോക്കുകയാണ്. അത് വെളുക്കണില്ല, വെളുക്കാൻ പറ്റൂല, അത് ആകെ കിടക്കുക. ഓക്കെ, ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. ജനുവരി 29-ാം തീയതി 4 പ്രവാസികൾക്ക് ഇദ്ദേഹം ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. 4000 രൂപ ഇങ്ങോട്ട് വന്നതായിട്ടുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. സൈഡിൽ ഇതാ കിടക്കുന്നത്. അതായത് ഒരു സ്ക്രീൻഷോട്ട് 29-ാം തീയതിയാണ് ഈ ഒരു സംഭവം കിട്ടിയത് എന്നുള്ളത്. പക്ഷെ ആള് 21-ാം തീയതി തന്നെ സ്വന്തം നാട്ടിലുള്ള ഗ്രൂപ്പിൽ ഇതാ KL ബിജോന്റെ ഒരു വീഡിയോ ഇതാ കിടക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഷെയർ ചെയ്യുന്നു. ജനുവരി 21-ാം തീയതി ഷെയർ ചെയ്യുന്ന അതേ വീഡിയോന്റെ അടിയിൽ അടിക്കുറിപ്പ് എന്താ, ടിക്കറ്റ് വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്യൂ എന്നുള്ളത്. ഓക്കെ, അതായത് 21-ാം തീയതി തന്നെ ആൾക്ക് കയ്യിൽ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ആ ടിക്കറ്റ് വിൽപ്പന നടത്താനുള്ള കാര്യം ആൾ അവിടെ നിന്ന് ചെയ്യാനുള്ള തുടക്കമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ടിക്കറ്റ് കൊടുക്കുന്നത്. പക്ഷെ ടിക്കറ്റ് എടുക്കാത്ത ഒരാൾക്ക് ഇത്തരം ഗ്രൂപ്പുകളിൽ എൻട്രി ചെയ്യാൻ കഴിയില്ല. ആള് പറയുന്നത് വെച്ചാൽ, ഞാൻ ആ ഗ്രൂപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അപ്ഡേഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവിടെ നിന്ന് തന്നെ എല്ലാം പൊളിയുകയാണ്.
അങ്ങനെ 21-ാം തീയതി ജനുവരി അതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ നിങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. ഉപ്പയുടെ സങ്കടം കണ്ടുകൊണ്ട് രണ്ടാമത് ടിക്കറ്റ് എടുത്തപ്പോൾ പോലും സ്വന്തം മകൻ പോലും ഒരു ടിക്കറ്റ് എടുത്തിട്ടില്ല. കൂട്ടുകാരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുന്നത്, പല സീരിയൽ നമ്പറിൽ നിന്നും ടിക്കറ്റുകൾ എടുക്കുന്നു, സ്വന്തം കൂട്ടുകാരന് തന്നെ 1ാം സമ്മാനം അടിക്കുന്നു. ഒന്നും കണക്റ്റഡ് അല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഞങ്ങൾ തിന്നണത് അരിഭക്ഷണം തന്നെയാണ് എന്ന ബോധം നിങ്ങൾക്കെല്ലാം ഉള്ളത് നല്ലതാണ്. ഇനി വെളുപ്പിക്കാതിരിക്കുക നല്ലത്. ഒരു 5-10 ദിവസം കഴിഞ്ഞാൽ ഇത് ആളുകൾ മറക്കും, നിങ്ങൾ വീണ്ടും അതുമായി മുന്നോട്ട് പോകും. ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞിന് വെളുപ്പിക്കാൻ കഴിയില്ല. ഇവിടെ ടിക്കറ്റ് എടുത്തതും അല്ലെങ്കിൽ വിൽപ്പന നടത്തിയതൊന്നല്ല പാണ്ടിക്കാട് കുഞ്ഞിന്റെ പ്രശ്നം. ആ ഒരു കൈയിട്ട് ഇളക്കി സമയം കളഞ്ഞത് മാത്രമാണ്. പിന്നെ അകത്തേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറും തോറും ഇതിന്റെ പിന്നിൽ ഇനിയും ഉടായ്പകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ കഴിയുന്നത് തന്നെ നിങ്ങളെ കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടായിട്ടുള്ളതാണ്. അതായത് പാണ്ടിക്കാട് കുഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ചെന്നത് കൊണ്ടിതാ ഇങ്ങനെയും കുറെ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു. കൊള്ളാം, മലയാളികൾ പൊട്ടന്മാരല്ല എന്ന് ബോധമുള്ളത് നല്ലതാ. ഇനി ഇതിന്റെ പിന്നാലെ നടക്കാതെ കിട്ടിയതും മിണുങ്ങി മിണ്ടാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഇത് നിരന്തരമായിട്ട് ആളുകൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. കമന്റ് ബോക്സുകളിൽ, എനിക്ക് ഇൻസ്റ്റഗ്രാം മെസ്സേജുകളിലൊക്കെ ആയിട്ട് ആളുകൾ തെളിവുകൾ സഹിതം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങള്. ഇതാ മോനെ ഇങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ സംഭവമില്ല, സംശയങ്ങൾ കൂടി വരും. ദയവ് ചെയ്ത് എന്റെ പൊന്നു മക്കളെ നിർത്തി, സ്വന്തം പല്ലിയുടെ കുത്തി മണക്കല്ലേ, നിർത്തി. ഓക്കെ, അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.